പാർലമെന്റ് ആക്രമണം അതീവ ഗുരുതരമെന്ന് പ്രധാനമന്ത്രി. സംഭവിച്ചതിനെക്കുറിച്ച് വിശദ പരിശോധന നടത്തും. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഉചിതമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രധാനമന്ത്രി ഈ ഒരു പ്രതികരണം നടത്തുന്നു. രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളെ കാണരുത്, അതൊരു രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിന്റെ പ്രാധാന്യം അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ആ രീതിയിലാണോ പ്രധാനമന്ത്രിയുടെ പ്രതികരണവും എത്തുന്നത്? ആണ് സ്മിത. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു അവസ്ഥ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിൽ ഊന്നേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു. BJPയുടെ നേതൃത്വത്തിൽ 2014 സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ ആരോപണങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും ആ ആരോപണങ്ങളെയെല്ലാം ഏതാണ്ട് ആക്രമണോത്സുകതയോടുകൂടിയാണ് സർക്കാർ നേരിട്ടിരുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിൽ സർക്കാർ വഴിമാറുന്ന ഒരു കാഴ്ച അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡാമേജ് കൺട്രോൾ മോഡ് അത് ഓണാക്കിയിരിക്കുന്ന സർക്കാർ. അതിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ തന്നെ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാധ്യമങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് വ്യക്തമാക്കൽ. അദ്ദേഹം പറയുന്നതനുസരിച്ച് നടന്നിരിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പാർലമെന്റിൽ ഉണ്ടായ സംഭവം അത് ഏറ്റവും ഗുരുതരമാണ്. അത്യന്തം ഗുരുതരമായ ആ സംഭവത്തെക്കുറിച്ച് എല്ലാ വ്യക്തതകളും വരേണ്ടത് ആവശ്യമാണ്. അത് വിശദമായിട്ട് പരിശോധിക്കുക തന്നെ വേണം. പക്ഷേ ഈ പരിശോധനയുടെ പേരിൽ കാര്യങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് ഉചിതമല്ല. നിലവിലുള്ള സാഹചര്യം അത് ആവശ്യപ്പെടുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതുകൊണ്ട് ആ സമീപനത്തിൽ നിന്നും പ്രതിപക്ഷം പിന്തിരിയണം എന്നുള്ള സന്ദേശമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. പാർലമെന്റ് നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണം എന്ന നിർദ്ദേശം ബലത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷം പാർലമെന്റിൽ തയ്യാറാക്കുന്ന പ്രതിഷേധ പരിപാടികളിൽ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും എന്നതുകൂടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഭയുടെ നടുത്തളത്തിലേക്ക് വെല്ലിലേക്ക് സാധാരണ ഈ കക്ഷി നേതാക്കന്മാർ ഇറങ്ങുന്ന ഒരു പതിവില്ല. പക്ഷേ അതുകൂടി ലംഘിച്ചുകൊണ്ടാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാണെന്ന് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാർ വെല്ലിലേക്ക് നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ട്രഷറി ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിനെതിരെ ഉയർന്നെങ്കിലും സാഹചര്യങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിലേക്ക് പോകാതെ സഭാ സമ്മേളനം നിർത്തിവെക്കുകയാണ് സ്പീക്കർ ചെയ്തത്. 2 ദിവസമായി സഭ സമ്മേളിക്കുന്നില്ല. ഇന്നും കൂടി സഭ സമ്മേളിക്കില്ല. നാളെ സഭ ചേരുമ്പോൾ പ്രതിഷേധം ആഞ്ഞടിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കൽ ഉണ്ടായിരിക്കുന്നത്. സാഹചര്യങ്ങളെ മയപ്പെടുത്തുക, സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് കൂടുതൽ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മുൻവിധി സർക്കാരിനില്ല എന്ന് സ്ഥാപിക്കുക, ഇതാണ് പ്രധാനമന്ത്രിയുടെ ഈ മാധ്യമങ്ങളോടുള്ള പ്രസ്താവനയുടെ ലക്ഷ്യം. ദൈനിക് ജാഗരൺ എന്ന മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് അഭിമുഖം നൽകിയിരിക്കുന്നത്. ആ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എല്ലാവരും ഈ വിഷയത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെടിഞ്ഞുകൊണ്ടുള്ള ഒരു രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ആ രീതിയിലാണ് ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്, കുറച്ചു കാണരുത്. പക്ഷെ പ്രതിപക്ഷം തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി തുടരാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.